ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. വർക്കിംഗ് കണ്ടീഷൻ ആക്ടിവിറ്റീസ് റെഫേഴ്സ് വിത്ത് വർക്കിംഗ് കണ്ടീഷൻ ആക്ടിവിറ്റീസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? വർക്കിംഗ് കണ്ടീഷൻ, ഒരാൾ വർക്ക് ചെയ്യുന്ന സാഹചര്യം, അവരുടെ ഹെൽത്ത്, സേഫ്റ്റി, വെൽഫെയർ സർവീസസ്, അതായത് അവരുടെ തൊഴിലാളികളുടെ ക്ഷേമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എംപ്ലോയി വെൽഫെയർ ഈസ് എബൌട്ട്. എന്താണ് എംപ്ലോയി വെൽഫെയർ എന്ന് വെച്ചാൽ? അതായത് തൊഴിലാളികളുടെ ക്ഷേമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പെടുന്നതാണ് ഡിറ്റർമിനിങ് എംപ്ലോയീസ് റിയൽ നീഡ്. തൊഴിലാളികളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കണം, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ്. ഒരു ഓർഗനൈസേഷനിൽ ആർട്ട് ആൻഡ് സയൻസ് ആയിട്ട് വരുന്നത് യൂണിയൻ മാനേജ്മെൻറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് യൂണിയനിലെ ആൾക്കാരും മാനേജ്മെൻറ്റും തമ്മിലുള്ള ബന്ധം. നമുക്കറിയാം, യൂണിയൻ തൊഴിലാളി സംഘടനകളുണ്ടാവും. അപ്പോൾ അവരും മാനേജ്മെൻറ്റും തമ്മിൽ നല്ല ടേംസിലാണെന്നുണ്ടെങ്കിലാണ് ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ യൂണിയൻ മാനേജ്മെൻറ്റ് റിലേഷൻഷിപ്പാണ് ആർട്ട് ആൻഡ് സയൻസ് ആയിട്ട് വരുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ HRM സ്പാൻ റൈറ്റ് ഫ്രം ദ ഡാഷ്. ഒബ്ജക്റ്റീവ് ഓഫ് HRM സ്പാൻ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? മാൻ പവർ നീഡ്സ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ HRM സ്പാൻ റൈറ്റ് ഫ്രം മാൻ പവർ നീഡ്സ്. അതായത് തൊഴിലാളികളുടെ ആവശ്യം വരുമ്പോൾ തൊട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് അവരെ റിക്രൂട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മാൻ പവർ നീഡ് വരുന്നത് മുതലാണ് HRMൻ്റെ ഒബ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, HRM ഈസ് ഓൾ അബൌട്ട് ഡെവലപ്പിംഗ് ആൻഡ് മാനേജിങ് ഡാഷ്. HRM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തൊക്കെ ഡെവലപ്പ് ചെയ്യലും മാനേജ് ചെയ്യലാണ്? അതായത് നോളേജും സ്കില്ലും ക്രിയേറ്റിവിറ്റിയും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യലും മാനേജ് ചെയ്യലൊക്കെ HRMൽ പെടും. അപ്പോൾ ഓൾ ദ അബവ് എന്നുള്ളതാണ് ആൻസർ. സോഷ്യൽ ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സാമൂഹികമായ ലക്ഷ്യം എന്നത് മിനിമൈസ് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ്. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാതെ അത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ ഏറ്റവും പരമാവധി കുറയ്ക്കുക എന്നതാണ് ഒരു ഓർഗനൈസേഷൻ്റെ സാമൂഹികമായ ലക്ഷ്യം. ദ എക്സിസ്റ്റ് ഓഫ് HRM ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ടു സെർവ് ഡാഷ്. എന്തിനാണ്? ദ റെസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ ബാക്കി എല്ലാത്തിനെയും സെർവ് ചെയ്യാനാണ് എന്ത് HRM ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. HRM അസിസ്റ്റ് എംപ്ലോയീസ് ഡാഷ്. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്തിനാണ് എംപ്ലോയീസിനെ എന്തിനൊക്കെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്? ടു അച്ചീവ് പേഴ്സണൽ ഗോൾ. ആ തൊഴിലാളികളുടെ പേഴ്സണൽ ഗോൾ നേടാനായിട്ട് അവരെ അസിസ്റ്റ് ചെയ്യുന്നു. ആരെ? എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യുന്നു. ഡാഷ് കനോട്ട് പെർഫോം ദെയർ ജോബ് ഇൻ വാക്വം. വാക്വം അതായത് ശൂന്യതയിൽ ജോലി ചെയ്യാൻ പറ്റാത്തത് ഏതിനാണ്? പേഴ്സണൽ മാനേജേഴ്സിന്. ഓപ്ഷൻ സി, പേഴ്സണൽ മാനേജേഴ്സ്. The primary importance of HRM as for environmental influence. അതിൽ പെടുന്നത് എക്കോണമിക് കണ്ടീഷൻസും ലേബർ വർക്കേഴ്സ് ലോസും റെഗുലേഷൻസ് ഇതെല്ലാമാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് ഓഫ് HRM. ഓക്കെ, ഇനി അടുത്തത് ഡാഷ് സെപ്പറേറ്റ്ലി ഓഫ് ഇൻ കണ്ടിന്യൂവേഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് ദ HRM ഫങ്ഷൻ ഓഫ് എനി ഓർഗനൈസേഷൻ. എന്താണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് HRM ഫങ്ഷന്. നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ ദ ഡാഷ് ഹാവ് പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ ദ പേഴ്സൺ. ഓക്കെ, ഒരു വ്യക്തിയിലും എന്തിലുള്ള ചേഞ്ചസ് ആണ് ഓരോ വ്യക്തിയെയും ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അതിനെയും ബാധിക്കുന്നത് എന്താണ്? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള ചേഞ്ചസ് ആണ്. നെക്സ്റ്റ്, റാപ്പിഡ് ഡാഷ് സ്റ്റിമുലേറ്റ്സ് ദ ഇന്നോവേഷൻ. റാപ്പിഡായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്താണ് ഇന്നോവേഷന് കാരണമായിട്ട് മാറുന്നത്? ടെക്നോളജിക്കൽ ചേഞ്ചസ്, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ. ഡാഷ് ആർ നെസസറി ടു മാച്ച് ദ ചേഞ്ചിങ് ജോബ് റിക്വയർമെൻറ്റ്സ്. ജോബ് റിക്വയർമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ് ആവശ്യമായിട്ട് വരുന്നത്? ടെക്നിക്കൽ സ്കിൽ പേഴ്സണൽസാണ് നമ്മൾ ജോബ് റിക്വയർമെൻറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് മാച്ച് ചെയ്യേണ്ടത്. അടുത്തത്, ഡാഷ് ഇൻഫ്ലുവൻസ് ദ ഫിനാൻഷ്യൽ വെൽത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ വെൽത്തിനെ ബാധിക്കുന്നത് എന്താണ്? എക്കോണമിക്കൽ കണ്ടീഷൻസ് ആണ്. ഡാഷ് ഹാവ് സ്ട്രെങ്ത് ടു മാച്ച് ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ.
എന്തിനാണ് സ്ട്രെങ്ത് ഉള്ളത്? നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഗ്രോത്തുമായിട്ട് മാച്ച് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉള്ളത് എന്തിനാണെന്നാണ് ചോദ്യം. എംപ്ലോയീസ് ഓർഗനൈസേഷന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് സീക്ക് ടു ഓർഗനൈസ് വിത്ത് ഡാഷ് ഓവർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ദെയർ മെമ്പേഴ്സ്. അതായത് എന്താണ് ഓർഗനൈസ് ചെയ്യുന്നത് വിത്ത് എന്തിനോട്? ടേംസ് ആൻഡ് കണ്ടീഷൻസ് എംപ്ലോയ്മെൻറ്റിൻ്റെ അതിലത്തെ മെമ്പേഴ്സുമായിട്ട് നമുക്ക് നോക്കാം. ലേബർ യൂണിയൻസ്, അതായത് ലേബർ യൂണിയൻസ് ആണ് ഓർഗനൈസ് ചെയ്യുന്ന ആരുമായിട്ട്? മാനേജ്മെൻറ്റായിട്ട് ചേർന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അതിൽ മാറ്റങ്ങൾ വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ലേബർ യൂണിയനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ലേബർ മാർക്കറ്റ് ഡീൽസ് വിത്ത് ഡാഷ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബറാണ് ലേബർ മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. അതായത് തൊഴിലാളികൾ വേണോ അല്ലെങ്കിൽ തൊഴിലിൻ്റെ ലഭ്യത അനുസരിച്ചിട്ടായിരിക്കും അത്. ഓർഗനൈസേഷൻ അണ്ടർഗോസ് ചേഞ്ചസ് കോൺസിക്വൻറ്റ് വിത്ത് ഡാഷ്. ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ചസ് വരുന്നത് എന്തായിട്ടാണ്? ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഓഫ് എംപ്ലോയീസിൻ്റെ ഡിമാൻഡിൽ അനുസരിച്ചിട്ട് അത് മാറ്റം വരും. നെക്സ്റ്റ്, ഡാഷ് വിൽ ഹെൽപ്പ് ടു കോപ്പ് അപ്പ് വിത്ത് ദ ചേഞ്ചസ്. എന്താണ് ചേഞ്ചസുമായിട്ട് കോപ്പ് ചെയ്യാനായിട്ട്, സഹകരിച്ചു പോകാനായിട്ട് സഹായിക്കുന്നത്? ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും. ഒരാളുടെ ആറ്റിറ്റ്യൂഡും പിന്നെ കഴിവുകളുമാണ് ചേഞ്ചസുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട്, അതായത് സഹകരിച്ചു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ദ കൺട്രി ഇൻഫ്ലുവൻസ് ദ HRM ഫങ്ഷൻ ഓഫ് എനി ഓർഗനൈസേഷൻ. അതായത് സ്ട്രക്ചർ, വാല്യൂസ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ വാല്യൂസും എഡ്യൂക്കേഷനും അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്തിനെ? HRM ഫങ്ഷൻ. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ HRM ഫങ്ഷനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് സ്ട്രക്ചർ, വാല്യൂസ്, എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്. ഡാഷ് ഈസ് ദ മേജർ സ്ട്രാറ്റജി ഓഫ് അവർ കൺട്രീസ് HR ഫോക്കസ് ടു ഫേസ് ദ ഫോറിൻ ഓർഗനൈസേഷൻ. മേജർ സ്ട്രാറ്റജി നമ്മുടെ കൺട്രിയുടെ HR ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഫോറിൻ ഓർഗനൈസേഷനെ ഫേസ് ചെയ്യാനായിട്ട്. അതെന്താണ്? ചാലഞ്ച് ദ കോമ്പറ്റീഷൻസ് ഉണ്ടാവും, അപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. അടുത്തത്, ദ കാൻഡിഡേറ്റ്സ് ആർ ഹാവിങ് ഗുഡ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ ഗെറ്റിംഗ് മോർ ചാൻസ് ഡാഷ്. കാൻഡിഡേറ്റ്സിന് ഗുഡ് എഡ്യൂക്കേഷനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ ഉള്ളത് എന്തിനാണ് സഹായിക്കുന്നത്? ഫോർ ദ ജോബ് മാർക്കറ്റിന് ഉപകരിക്കും അല്ലേ? നല്ല ഉദ്യോഗാർത്ഥികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളും ഏറെയാണ്. ഡാഷ് പ്രാക്ടീസസ് വിൽ ഹെൽപ്പ് ടു ഓവർകം ദ HR പ്രൊമോഷൻസ്. എന്തൊക്കെയാണ് HR പ്രൊമോഷനെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? ഇന്നൊവേറ്റീവ്, അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയുള്ള പുതിയ പ്രാക്ടീസസാണ് HR പ്രൊമോഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഡാഷ് ഈസ് ദ ബിഗ് പ്രോബ്ലം ഫോർ എവറി ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അട്രാക്റ്റിംഗ് ആൻഡ് റീറ്റെയിനിങ്. ഓക്കെ, അട്രാക്റ്റിങ്ങും റീറ്റെയിനിങ്ങുമാണ് ഒരു ബിഗ് പ്രോബ്ലം, എല്ലാ ഓർഗനൈസേഷനും ബാധിക്കുന്ന പ്രധാന ഒരു പ്രശ്നം. ദ കമ്പനീസ് ഡാഷ് പ്രോസസ് എൻഷുവേഴ്സ് ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് പീപ്പിൾ എഡ്ജ് ഇറ്റ് നീഡ്സ് ഡാഷ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു കമ്പനിയുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് അതിനാവശ്യമായിട്ടുള്ള പീപ്പിൾസിനെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ജോലിയിൽ അവരെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ആണ് നല്ല ആൾക്കാരെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് അല്ലേ. സെൻഡിങ് എംപ്ലോയീസ് ഫോർ ഹയർ സ്റ്റഡീസ്. നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ തന്നെ ഹയർ സ്റ്റഡീസിന് അയക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവർ നല്ല വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടി അവരുടെ എഫിഷ്യൻസി കൂടും, അപ്പോൾ അതിന് അവരെ ഹയർ സ്റ്റഡീസിന് അയക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോ അറ്റൻഡൻസ് മോണിറ്ററിങ് ഈസ് പെർട്ടിനൻറ്റ് ടു ഡാഷ്. അറ്റൻഡൻസ് മോണിറ്ററിങ് ഇല്ലാത്തത് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്. നോ അറ്റൻഡൻസ് മോണിറ്ററിങ് ഈസ് പെർട്ടിനൻറ്റ് ടു കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്.
നെക്സ്റ്റ് ലീഡർഷിപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ്. ലീഡർഷിപ്പും ഡെവലപ്മെൻറ്റും എന്തിനാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? എംപ്ലോയി എംപവർമെൻറ്റ്, തൊഴിലാളികളുടെ എംപവർമെൻറ്റിനെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ലീഡർഷിപ്പും ഡെവലപ്മെൻറ്റും. ദ നെയിം ഓഫ് ദ ഫെസിലിറ്റേറ്റർ ഇൻ ദ HR ഡിപ്പാർട്ട്മെൻറ്റ്. HR ഡിപ്പാർട്ട്മെൻറ്റിലെ ഫെസിലിറ്റേറ്ററിൻ്റെ പേരാണ് പീപ്പിൾസ് ചാമ്പ്യൻ. പീപ്പിൾസ് ചാമ്പ്യൻ. നെക്സ്റ്റ് ഡാഷ് ഡീൽസ് വിത്ത് ഓറിയൻറ്റേഷൻ അലോങ് വിത്ത് പാരൻസ്. പാരൻസുമായിട്ട് ഓറിയൻറ്റേഷൻ ഡീൽ ചെയ്യുന്നത് എന്താണ്? ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് പഠിപ്പ് കഴിയുമ്പോൾ അതിനോടൊപ്പം തന്നെ ജോലി കിട്ടുക അല്ലേ? ഓക്കെ. വാട്ട് ഈസ് ദ ഡെസിഗ്നേഷൻ ഓഫ് ദ മാനേജർ ഹു എനർജൈസ് ദ വർക്ക് പ്ലേസ് വിത്ത് ഫോക്കസ്? ഒരു മാനേജറിൻ്റെ വാട്ട് ഈസ് ദ ഡെസിഗ്നേഷൻ ഓഫ് ദ മാനേജർ? മാനേജറിൻ്റെ ഡെസിഗ്നേഷൻ എന്താണ്? ഹു എനർജൈസ് ദ വർക്ക് പ്ലേസ് വിത്ത് ഫോക്കസ്. ഫോക്കസോട് കൊടുത്തിട്ട് വർക്ക് പ്ലേസിനെ എനർജൈസ് ചെയ്യുന്ന മാനേജറിൻ്റെ ഡെസിഗ്നേഷൻ എന്താണ്? എംപ്ലോയി എൻഗേജ്മെൻറ്റ് മാനേജറാണത്. ഓക്കെ, എംപ്ലോയി എൻഗേജ്മെൻറ്റ് മാനേജർ. ഡാഷ് എൻഷുവേഴ്സ് ടാലൻറ്റഡ് എംപ്ലോയീസ് റീറ്റെയിനിങ് ബൈ റീഅസൈനിങ് ദം ടു അതർ ഗ്രൂപ്പ്സ്. എന്താണ് ടാലൻറ്റഡ് ആയ എംപ്ലോയീസിനെ എൻഷുർ ചെയ്യുന്നത്, ഉറപ്പ് നൽകുന്നത്? അതായത് അവരെ മറ്റ് ഗ്രൂപ്പുകൾക്ക് റീഅസൈൻ ചെയ്തിട്ട് പീപ്പിൾ മൂവ്മെൻറ്റ് മാനേജ്മെൻറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് എൻഷുർ ചെയ്യുന്നത്. എന്ത്? ടാലൻറ്റഡ് എംപ്ലോയീസിനെ മറ്റ് ഗ്രൂപ്പിലേക്ക് മാറ്റുന്നതൊക്കെ ഏതാണ്? പീപ്പിൾ മൂവ്മെൻറ്റ് മാനേജ്മെൻറ്റ് റിവ്യൂ കമ്മിറ്റി. HRM പോളിസി ഈസ് ഡാഷ്. HRM പോളിസി പ്ലേസ് ഓഫ് ആക്ഷൻ ആണ് അല്ലേ? ഒരു കമ്പനിക്ക് ആവശ്യമാണ്. അപ്പോൾ അത് നടപ്പിൽ വരുത്തുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണിത് അല്ലേ? നെക്സ്റ്റ് HRM പോളിസീസ് ലൈസ് ഇൻ ഡാഷ്. HRM പോളിസി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓർഗനൈസേഷൻ്റെ വാല്യൂവും അതിലെ ഫിലോസഫിയും തത്വങ്ങളും പിന്നെ കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് അതെല്ലാം കൂടി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഡാഷ് ഈസ് എ വെൽ തോട്ട് ഔട്ട് കോഴ്സ് ഓഫ് ആക്ഷൻ. തോട്ട് ഔട്ട് കോഴ്സ് ഓഫ് ആക്ഷനിൽ പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി പ്രൊസീജിയറാണ്. പ്രൊസീജിയർ ഈസ് എ വെൽ തോട്ട് ഔട്ട് കോഴ്സ് ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് ദ ബേസിക് പേർപ്പസ് ഓഫ് എ പ്രൊസീജിയർ. ഒരു പ്രൊസീജിയറിൻ്റെ ബേസിക് പേർപ്പസ് എന്തിനാണ്? ടു സ്പെൽ ഔട്ട് ക്ലിയർലി ദ വേ. ടു സ്പെൽ ഔട്ട് ക്ലിയർലി ദ വേ. പ്രൊസീജിയർ എന്തിനാണ്? ടു സ്പെൽ ഔട്ട് ക്ലിയർലി ദ വേ. ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ആർ ഡാഷ് മിറ്റിഗേറ്റ് ദ കമ്പനീസ് റിസ്ക് ഓഫ് ലയബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ഓൾ ദ 3 ബേസിക് കോമ്പൻസേഷൻ സ്ട്രാറ്റജീസ്? 3 ബേസിക് ആയിട്ടുള്ള കോമ്പൻസേഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? മാർക്കറ്റ് ലീഡർ, കോമ്പറ്റീറ്റീവ് വിത്ത് മാർക്കറ്റ് ആൻഡ് ബിലോ മാർക്കറ്റ്. മാർക്കറ്റിലെ ലീഡർ ഏതാണ്? കോമ്പറ്റീറ്റീവ് വിത്ത് മാർക്കറ്റിനോട് എപ്പോഴും കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന എന്താണ്? പിന്നെ ബിലോ മാർക്കറ്റ്. ഇതാണ് 3 ബേസിക് കോമ്പൻസേഷൻ സ്ട്രാറ്റജീസ്. അടുത്തത് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് ഡാഷ്. എന്താണ്? ലൈൻ ആൻഡ് സ്റ്റാഫ് പീപ്പിൾ. ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് പീപ്പിൾ. The clearer the line of authority will be the clearer dash. Line of authority എത്ര ക്ലിയർ ആവുന്നോ അതിനനുസരിച്ചിട്ട് എന്തും ക്ലിയർ ആവും? The responsibility for decision making. തീരുമാനം എടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. Inline authority the superior exercises എന്താണ്? ഡയറക്റ്റ് സൂപ്പർവിഷനാണ്. ഇൻലൈൻ അതോറിറ്റി ദ സൂപ്പർവൈസർ എക്സസൈസസ്. ഡയറക്റ്റായിട്ടാണ് സൂപ്പർവൈസർ എപ്പോഴും സൂപ്പർവിഷൻ നടത്തുന്നത്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റാഫ്? സ്റ്റാഫ് കൊണ്ടുള്ള ഗുണം എന്താണ്? കോംപ്ലക്സ് മാനേജറിയൽ ഫങ്ഷൻസ് ഹാൻഡിൽ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിലീവിങ് ആൻഡ് ഓവർ ബർഡൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഓവറായിട്ടുള്ള അവരുടെ ചുമതലാഭാരത്തിനെ ഒന്ന് റിലീവ് ചെയ്യാൻ, അതിനൊന്ന് ആശ്വാസം നൽകാനൊക്കെ സ്റ്റാഫുകൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓൾ ദ എബവ് ആണ് ആൻസർ. ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ടു റൺ ദ ഓർഗനൈസേഷൻ അക്കോർഡിംഗ് ടു എ സ്ട്രാറ്റജിക് പ്ലാൻ. ഒരു സ്ട്രാറ്റജിക് പ്ലാൻ വെച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ നടത്താനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്താണ്? ലൈൻ അതോറിറ്റിയാണ്. ഓക്കെ, ലൈൻ അതോറിറ്റി. നെക്സ്റ്റ് HRD വിൽ ഡെവലപ്പ് ദ ഡാഷ്. HRD ഡെവലപ്പ് ചെയ്യുന്ന എന്താ? ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ സ്കിൽസ്. ഓർഗനൈസേഷൻ്റേതുമായിട്ടുള്ളതും പിന്നെ ഓരോ എംപ്ലോയിൻ്റെയും അവരുടെ പേഴ്സണൽ സ്കിൽസും
ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. HRD ഡീൽസ് വിത്ത് ഫങ്ഷൻസ് സച്ച് ആസ് HRD എന്തൊക്കെ ഫങ്ഷൻസാണ്? അത് അവിടെ കാരിയർ ഡെവലപ്മെൻ്റ് ഉണ്ട്, പെർഫോമൻസ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്, മെൻറ്ററിങ്ങും കോച്ചിങ്ങും നടത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഓരോരുത്തരുടെ അവരുടെ കഴിവുകളെ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ദ എബവ്. നെക്സ്റ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ് ഈസ് മെയിൻലി ഡാഷ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എപ്പോഴും റിയാക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, ഡാഷ് എംഫസൈസസ് ദ സ്ട്രിക്റ്റ് ഒബ്സർവൻസ് ഓഫ് ഡിമാൻഡ് റൂൾസ്. എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? സ്ട്രിക്റ്റ് ഒബ്സർവൻസ് ഓഫ് ഡിഫൈൻഡ് റൂൾസിനെ പേഴ്സണൽ മാനേജ്മെൻറ്റാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ നമ്മുടെ ഈ കമ്പനിയിലൊക്കെ ഉള്ള റൂൾസൊക്കെ സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്തു പോകുന്നില്ല എന്നുള്ളതൊക്കെ ഒബ്സർവ് ചെയ്യുന്നു. ആരാണ് ഒബ്സർവ് ചെയ്യുക? പേഴ്സണൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ദ പേഴ്സണൽ മാനേജ്മെൻറ്റ് എംപ്ലോയി ഗെറ്റ് ഡാഷ് ബേസ്ഡ് ഓൺ ജോബ്. എന്താണ്? യൂണിഫോം റിവാർഡ്സ് ആണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എംപ്ലോയീസിന് ജോബ് ഇവാലുവേഷൻ അനുസരിച്ച് കിട്ടുന്നത് യൂണിഫോം റിവാർഡ്സ് ആണ്. ഡാഷ് ഈസ് ഓൾ അബൌട്ട് ദ വേ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ്. എന്താണ്? മോട്ടിവേഷനാണ് അല്ലേ? ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. മോട്ടിവേഷൻ ഈസ് ഓൾ അബൌട്ട് ദ വേ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ്. നെക്സ്റ്റ്, ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആർ. ഏതാണ്? ഡ്രിവൺ ടു എക്സൽ ആൻഡ് ഫിയർ ഓഫ് ഫെയിലിയർ. തോൽക്കുമോ എന്നുള്ള ഒരു ഭയം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ് തിയറി ഓഫ് മോട്ടിവേഷൻ. ഇൻസ്റ്റിങ്ക്റ്റ് തിയറി ഓഫ് മോട്ടിവേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത് സീസണൽ മൈഗ്രേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇൻസെൻറ്റീവ് തിയറി ഈസ് ഡാഷ്. ഇൻസെൻറ്റീവ് തിയറിയിലെ ഇമ്പോർട്ടൻറ്റ് റോൾ മോണിറ്ററി റിവാർഡാണ് അതിൻ്റെ ആൻസർ. ഡാഷ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആർ ബേസ്ഡ് ഓൺ ദ കോഗ്നിറ്റീവ് റീസൺസ്. കോഗ്നിറ്റീവായ റീസൺസിനെ ബേസ് ചെയ്തിട്ടുള്ള മോട്ടിവേഷൻ തിയറി ഏതാണ്? ഹ്യൂമണിസ്റ്റിക് തിയറി. അത് മനുഷ്യൻ്റെ ഇത് അവർക്ക് ക്ഷീണമുണ്ട്, ഉറക്കമുണ്ട്, അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമണിസ്റ്റിക് തിയറി വരുന്നത് അല്ലേ? ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് റിലേറ്റ് ടു ദ ഡാഷ്. സ്നേഹവും ബിലോങ്ങിങ്നെസ് ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫാമിലി. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്തത്, ഡാഷ് ഇമ്പൽ എ പേഴ്സൺ ടു മേക്ക് ക്രിയേറ്റീവ് ഓർ പ്രൊഡക്റ്റീവ് എഫക്ട്സ്. ക്രിയേറ്റീവ് ആയതും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. നമുക്കൊരു സ്വയം ബോധം വേണമെന്ന് പറയും അല്ലേ? നമ്മളെന്താണെന്നുള്ളൊരു സ്വയം ബോധം വേണം. അടുത്തത്, അക്കോർഡിംഗ് ടു മാക്സ്വെൽ ആൻഡ് അച്ചീവ്മെൻറ്റ് തിയറി അച്ചീവേഴ്സ് അവോയ്ഡ് ഡാഷ്. മാക്സ്വെലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് തിയറിക്ക് അനുസരിച്ചിട്ട് അച്ചീവേഴ്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന കാര്യം എന്താണ്? ലോ ആൻഡ് ഹൈ റിസ്ക് സിറ്റുവേഷൻ. ഭയങ്കര റിസ്ക് കുറവുള്ളതും റിസ്ക് കൂടുതലുള്ള സിറ്റുവേഷൻസിനാണ് അവർ അവോയ്ഡ് ചെയ്യുന്നത്. TAT മീൻസ് എന്താണ്? TAT തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റാണ് TAT. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ. ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ ഏതാണ്? അതിൽ വർക്ക് കണ്ടീഷൻസ് ആണ് അല്ലേ? അത് നല്ലതായാൽ മാത്രമേ തൊഴിലാളികളുടെ ജോലിയും അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. വാലൻസ് റെഫേഴ്സ് ടു ഡാഷ്. ഇമോഷണൽ ഓറിയൻറ്റേഷനെയാണ് വാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാഷ് മീൻസ് ദ ഡിസയേഴ്സ് ഓഫ് എംപ്ലോയീസ് ആർ ഫുൾഫിൽഡ്. തൊഴിലാളികളുടെ എംപ്ലോയീസിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. അത് എന്താണ് മീൻ ചെയ്യുന്നത്? ഇൻസ്ട്രുമെൻറ്റാലിറ്റി. ഓക്കെ, ഓപ്ഷൻ ഡി ഇൻസ്ട്രുമെൻറ്റാലിറ്റി. നെക്സ്റ്റ്, ഡാഷ് റെഫേഴ്സ് ടു ദ ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻ ഓഫ് ദ പേഴ്സണാലിറ്റി ദാറ്റ് ഡിഫറൻറ്റ് റിവാർഡ്സ് ഡിപ്പെൻഡ്. എന്താണ് ഇൻഡിവിജ്വലിൻ്റെ പെർസെപ്ഷൻ? അവരുടെ പേഴ്സണാലിറ്റീനെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ റെഫർ ചെയ്യുന്നത് ദാറ്റ് ഡിഫറൻറ്റ് റിവാർഡ്സ് ഡിപ്പെൻഡ്. പലതരത്തിലുള്ള റിവാർഡുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതെന്താണ്? പെർസീവ്ഡ് എഫേർട്ടാണ്. ഓപ്ഷൻ സി പെർസീവ്ഡ് എഫേർട്ടാണ്. ഇനി എത്നോസെൻട്രിക് മീൻസ് എന്താണ്? ഹോം കൺട്രി ബേസ്ഡ്. സ്വന്തം നാട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എത്നോസെൻട്രിക് എന്ന് പറയുന്നത്. ദ മെയിൻ ചേഞ്ചസ് റിക്വയർഡ് ഇൻ ലേബർ കോമ്പിറ്റൻസീസ്. ലേബർ കോമ്പിറ്റൻസിയിൽ ആവശ്യമായിട്ടുള്ള മെയിൻ ചേഞ്ചസ് എന്താണ്? ടെക്നിക്കൽ ചേഞ്ചസ് ആണ് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. ഡാഷ് ഇസ് ദ റെക്കഗ്നിഷൻ ആൻഡ് വാലറൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്.
എന്താണ് അതിൽ വരുന്നത്? ഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ്, വൈവിധ്യങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡാഷ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രോസസ്സാണ്? ഫോർകാസ്റ്റിംഗ്. ഇനി അങ്ങനെ സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. ഡാഷ് ഫെസിലിറ്റീസ് ദ റിയലൈസേഷൻ ഓഫ് ദ കമ്പനീസ് ഒബ്ജക്റ്റീവ്സ്. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ റിയലൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, സഹായിക്കുന്നത്. എന്തിനെ? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനെ സാക്ഷാത്കരിക്കാനായിട്ട് സഹായിക്കുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് HR പ്ലാനിങ് ഈസ് ഡാഷ്. HR പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നാണ്. HR മാനേജ്മെൻറ്റ് ലക്ഷ്യത്തിൽ ഫോർകാസ്റ്റ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ്, ഭാവിയിലുള്ള റിക്വയർമെൻറ്റ്സ്, ആവശ്യങ്ങൾ അവർ ഫോർകാസ്റ്റ് ചെയ്യും. ഇനി അങ്ങനെ ഇത് വരും എന്നുള്ളത് അവർ മുൻകൂട്ടി ഒരു ധാരണയുണ്ടാവും. ഡിറ്റർമിൻ ലെവൽസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. ഏതൊക്കെ ലെവലിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തണം, എങ്ങനെയൊക്കെ ട്രെയിനിങ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവർ തീരുമാനിക്കും. ഫെസിലിറ്റേറ്റ് പ്രൊഡക്ടിവിറ്റി ബാർഗെയിനിങ്. പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, ഉൽപ്പാദനക്ഷമത കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പോൾ HR പ്ലാനിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവിൽ ഇത് മൂന്നും വരുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. നെക്സ്റ്റ്, സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ഇൻ ഡാഷ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ആബ്സെൻസ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ്. സർപ്ലസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി, എന്തെങ്കിലും ഒരു കുറവ് ഏതിൽ, അത് ഈസ് ദ റിസൾട്ട് ഓഫ് ആബ്സെൻസ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ്. ശരിയായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്ലാനിങ് ഇല്ലാത്തതിൻ്റെത് എന്താണ്? സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഇൻ സ്റ്റാഫ് സ്ട്രെങ്ത്. സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്തിലുള്ള കുറവ് അത്, അല്ലെങ്കിൽ സർപ്ലസ് ആവുക, കൂടുതൽ സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ടാവുക. അത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അങ്ങനെ വരിക. HR മാനേജേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റേഴ്സ് ഓഫ് ദ ഡാഷ്. HR മാനേജേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റേറ്റേഴ്സ് ഓഫ് എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സാണ് HR മാനേജേഴ്സ് എന്ന് പറയുന്നത്. മാൻ പവർ പ്ലാനിങ് പ്രൊവൈഡ്സ് എസെൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ഡാഷ് പേഴ്സണൽ ഫങ്ഷൻ. മാൻ പവർ പ്ലാനിങ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പേഴ്സണൽ ഫങ്ഷൻ. നെക്സ്റ്റ്, ഫ്രം ദ അപ്ഡേറ്റഡ് HR ഇൻഫർമേഷൻ സ്റ്റോറേജ് സിസ്റ്റം ദ ഫോളോയിങ് ക്യാൻ ബി അനലൈസ്ഡ്. എന്തൊക്കെയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക? നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ എണ്ണം, എംപ്ലോയീസിൻ്റെ കപ്പാസിറ്റി, പെർഫോമൻസും അവരുടെ കഴിവുകൾ, പൊട്ടൻഷ്യൽ, ഇതൊക്കെ നമുക്ക് HR ഇൻഫർമേഷൻ സ്റ്റോറേജ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ HR റിക്വയർഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ് അക്കോർഡിംഗ് ടു ദയർ ഡാഷ് ടു ദ എസ്റ്റിമേറ്റഡ് എന്താണ്? ജോബ് പ്രൊഫൈൽ. ഡാഷ് ഇൻവോൾവ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ആക്ഷൻ പ്ലാൻ. മോണിറ്ററിങ്ങും കൺട്രോളും ഫീഡ്ബാക്കുമാണ് ഹ്യൂമൻ റിസോഴ്സ് ആക്ഷൻ പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഓപ്ഷൻ ബി, ഡാഷ് ഈസ് യൂസ്ഫുൾ ഫോർ ഓവറോൾ മാനേജ്മെൻറ്റ് ഓഫ് ഓൾ പേഴ്സണൽ ആക്ടിവിറ്റീസ്. എല്ലാ പേഴ്സണൽ ആക്ടിവിറ്റീസിൻ്റെയും എല്ലാത്തിൻ്റെയും ഓവറോൾ മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയത് എന്താണ്? ജോബ് അനാലിസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോബ് അനാലിസിസ് ഈസ് ഡാഷ്. എന്താണ് ജോബ് അനാലിസിസ് എന്ന് വെച്ചാൽ? സിസ്റ്റമാറ്റിക് എക്സ്പ്ലോറേഷനെയാണ് ജോബ് അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ പാർട്ട് 2 നമ്മളിവിടെ വെച്ച് നിർത്താണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പാർട്ട് 3 ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും സ്വപ്ന ജോലിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൺവേ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ PDFs അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ PDF കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.